1940-കളിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകൾക്കിടയിൽ ഏറ്റവുമധികം പ്രചാരം നേടിയിരുന്ന 3 വിപ്ലവ കവികളുണ്ട്. പാബ്ലോ നെരൂദ, മയക്കോവ്സ്കി, നാസിം ഹിക്മത്ത് എന്നിവരായിരുന്നു അത്. നെൽസൺ മണ്ടേലയ്ക്ക് വേണ്ടി നടന്ന ലോകവ്യാപക വിമോചന പ്രചരണത്തിന് തുല്യമായ ഒരു പ്രചരണം 40കളിൽ നാസിം ഹിക്മത്തിനെ മോചിപ്പിക്കാനായി ലോകം മുഴുവൻ നടക്കുകയുണ്ടായി. അതോടൊപ്പം ഹിക്മത്തിൻ്റെ കവിതകളും വിവിധ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. കാൽപ്പനികനായ കമ്മ്യൂണിസ്റ്റ് എന്നും കാൽപ്പനികനായ വിപ്ലവകാരി എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഹിക്മത്ത് അന്ന് തുർക്കിയിലെ ഒരു ഇരുണ്ട തടവറയിൽ ഏകാന്തവാസത്തിനും പീഡനത്തിനും വിധിക്കപ്പെട്ട് കഴിയുകയായിരുന്നു. 13 വർഷത്തെ കാരാഗൃഹവാസത്തിന് ശേഷമാണ് അന്തർദേശീയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി കവി നാസിം ഹിക്മത്ത് ജയിൽ മോചിതനായത്. തടവറയുടെ കവിതകളായി ഹിക്മത്ത് കവിതകൾ വിശേഷിപ്പിക്കപ്പെടുന്നു. ഈ ഗുഹയിൽ ഞാൻ എറിയപ്പെട്ട ശേഷം, ഈ ഗുഹയിൽ ഞാൻ വലിച്ചെറിയപ്പെട്ട ശേഷം ഭൂമി സൂര്യനു ചുറ്റും 10 വട്ടം കറങ്ങി. ഭൂമിയോട് ചോദിച്ചാൽ അത് പറയും, ഓ വെറുമൊരു നിമിഷം. ഒന്ന് സൂചിപ്പിക്കാൻ പോലും വകയില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ നിന്ന് 10 വർഷം നഷ്ടപ്പെട്ടു. ഞാൻ തുറുങ്കിൽ അടയ്ക്കപ്പെട്ട ദിവസം എനിക്കൊരു കൊച്ചു പെൻസിലുണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് ഞാൻ അത് എഴുതി തീർത്തു. ആ പെൻസിലിനോട് ചോദിച്ചാൽ അത് പറയും, എൻ്റെ ആയുസ് ഒന്നോടെ തീർന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഓ അതിനെന്ത്, വെറും ഒരു ആഴ്ച. ആദ്യമായി ഞാൻ ഈ ഗുഹയിൽ വന്നപ്പോൾ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഉസ്മാൻ 7.5 ആണ്ട് കഴിഞ്ഞ് ഇവിടം വിട്ടു. കുറച്ചുനാൾ പുറത്തെ ജീവിതം ആസ്വദിച്ചു. വീണ്ടും കള്ളക്കടത്തിന് പിടിക്കപ്പെട്ടു. 6 മാസം കഴിഞ്ഞ് പിന്നെയും പോയി. ഇന്നലെ ആരോ പറഞ്ഞു കേട്ടു അയാൾ പെണ്ണുകെട്ടിയെന്ന്. വരുന്ന വസന്തകാലത്ത് അയാൾക്ക് ഒരുണ്ണി പിറക്കുമെന്ന്. ഞാൻ ഈ ഗുഹയിൽ വലിച്ചെറിയപ്പെട്ട ദിവസം ഗർഭത്തിലൂറിയ കുഞ്ഞുങ്ങളിപ്പോൾ 10ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. അതേ ദിവസം നീണ്ടുമെലിഞ്ഞ കാലുകളിൽ വേച്ചു വിറച്ചു പെറ്റുവീണ കുതിരക്കുട്ടികൾ ഇപ്പോൾ തടിച്ച പിൻപുറം കുലുക്കുന്ന മടിയൻ പെൺകുതിരകളായി മുതിർന്നിരിക്കും. എങ്കിലും മൃദുലമായ ഒലീവിൻ കൊമ്പുകൾക്ക് ഇന്നും താരുണ്യമാണ്. അവ ഇന്നും വളരുന്നു. ഞാനിവിടെ എത്തിയതിൽ പിന്നെ എന്റെ പട്ടണത്തിൽ തന്നെ പുതിയ നാൽക്കവലകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. പഴയ കൊച്ചുവീട്ടിൽ കഴിഞ്ഞിരുന്ന എന്റെ കുടുംബം ഇപ്പോൾ ഞാനറിയാത്ത ഒരു തെരുവിൽ, എനിക്ക് കാണാനാകാത്ത ഒരു വീട്ടിലാണ് താമസമെന്നും പറയുന്നു. ഞാൻ ഈ ഗുഹയിലേക്ക് വലിച്ചെറിയപ്പെട്ട വർഷം റൊട്ടി പുതുവഞ്ഞി പോലെ വെളുവെളുത്തിരുന്നു. പിന്നെ അതിന് റേഷൻ വന്നു. ഈ തടവറകളിൽ ഒരു പിടി കറുത്ത റൊട്ടിക്കഷ്ണങ്ങൾക്കായി മനുഷ്യർ അന്യോന്യം കൊന്നു. ഇപ്പോൾ കാര്യങ്ങൾ അല്പം മെച്ചമാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന റൊട്ടിക്ക് രുചിയില്ലെന്നു മാത്രം. ഞാൻ ഈ ഗുഹയിലേക്ക് വലിച്ചെറിയപ്പെട്ട വർഷം 2ാം ലോകമഹായുദ്ധം തുടങ്ങിയിരുന്നില്ല. ദാഷൌവിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഗ്യാസ് അടുപ്പുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നില്ല. ഹിരോഷിമയിൽ ആറ്റം ബോംബ്
പൊട്ടിയിരുന്നില്ല. സമയം ഒലിച്ചു പോയിരിക്കുന്നു. കശാപ്പു ചെയ്യപ്പെട്ട ഒരു കുട്ടിയുടെ രക്തം പോലെ. ഇപ്പോൾ അതെല്ലാം അവസാനിച്ചു. പക്ഷേ അമേരിക്കൻ ഡോളർ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പിറുപിറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. എങ്കിലും ഈ ഗുഹയിൽ ഞാൻ വലിച്ചെറിയപ്പെട്ട അന്നത്തേക്കാൾ ഇന്ന് ദിനങ്ങൾക്ക് തിളക്കമുണ്ട്. ആ ദിവസം മുതൽ എന്റെ ജനങ്ങൾ കൈമുട്ടുകളിൽ ഊന്നി പാതിയെങ്കിലും ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. ഭൂമി 10 വട്ടം സൂര്യനെ ചുറ്റിയിട്ടുണ്ട്. എന്നിട്ടും ഇന്നേക്ക് 10 വർഷം മുമ്പ് എന്റെ ജനങ്ങൾക്കായി ഞാൻ കുറിച്ചിട്ടത് ഇതേ ഉത്കടമായ ആഗ്രഹവായ്പോടെ ഞാൻ ഇന്ന് ആവർത്തിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ എറുമ്പുകളും കടലിൽ മീനുകളും ആകാശത്തിൽ പറവകളുമെന്ന പോലെ നിറഞ്ഞവരാണ്. നിങ്ങൾ ധീരരോ ഭീരുക്കളോ ആകട്ടെ, സാക്ഷരരോ നിരക്ഷരരോ ആകട്ടെ, എല്ലാ കർമ്മങ്ങളും സൃഷ്ടിക്കുന്നവരും നശിപ്പിക്കുന്നവരും നിങ്ങൾ തന്നെയായതുകൊണ്ട് നിങ്ങളുടെ വീരേതിഹാസങ്ങൾ മാത്രമേ പാട്ടുകളിൽ വാഴ്ത്തപ്പെടുകയുള്ളൂ. ബാക്കി കാര്യങ്ങൾ എന്റെ 10 വർഷത്തെ ദുരിതവും മറ്റും വെറും വായാടിത്തം മാത്രം. മറ്റു കാര്യങ്ങൾ എന്റെ 10 വർഷത്തെ ദുരിതവും മറ്റും വെറും വായാടിത്തങ്ങൾ മാത്രം. ന്യൂയോർക്കിലെ മാസസ് ആൻഡ് മെയിൻ സ്ട്രീം എന്ന ഇടതുപക്ഷ പ്രസാധനശാലയുടെ ഇംഗ്ലീഷ് പരിഭാഷയിലൂടെയാണ് ഹിക്മത്ത് കവിതയെ ലോകം അറിയുന്നത്. പരിവർത്തനം ആഗ്രഹിക്കുന്നവരുടെ കണ്ണിലുണ്ണിയായി മാറുകയായിരുന്നു പിന്നീട് ഈ തുർക്കിക്കാരൻ. ഹിക്മത്തിൻ്റെ കവിതകളിൽ ഏറെയും ജയിലിൽ വെച്ചാണ് എഴുതപ്പെട്ടത്. ഇംഗ്ലീഷ് പരിഭാഷകനായ സാമുവൽ സിയൻ നെരൂദയ്ക്കും ലൂയി അരഗങ്ങിനുമൊപ്പമാണ് ഹിക്മത്തിനെ പരിഗണിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിക്മത്തിൻ്റെ കവിതകളിലേറെയും ജയിലിൽ വെച്ചാണ് എഴുതപ്പെട്ടത്. ജയിലിൽ നിന്ന് ഒളിച്ചു കടത്തപ്പെട്ട് അവ കൈമാറി തുർക്കിയിൽ മുഴുവൻ വ്യാപിച്ചു. അവയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. എങ്കിലും ആ സ്വരം തുർക്കിയിലെ പൊരുതുന്ന ജനതയ്ക്ക് മുന്നിൽ പരിചിതമായിരുന്നു. ആ കവിതകളിലെ സ്വാതന്ത്ര്യ കാമനയും ശുഭകാംക്ഷയും യാഥാർത്ഥ്യബോധവും സംഭാഷണ ശൈലിയും തുർക്കിക്കാരുടേത് മുഴുവനായി മാറുകയായിരുന്നു. തുർക്കിയുടെ അതിരിനപ്പുറത്തേക്കും സൗന്ദര്യത്തെയും ശാന്തിയെയും സമത്വത്തെയും സ്നേഹിച്ച ഹൃദയങ്ങളിലെല്ലാം ആ വരികൾ മുഴങ്ങുകയും ചെയ്തു. കുറ്റം. തേളിനെപ്പോലെ സോദരാ, ഭീതി നിറഞ്ഞ രാവിൻ്റെ തേളിനെപ്പോലെ നീ, കുരുവിയെപ്പോലെ സോദരാ, കൊച്ചു വിഷമങ്ങളുമായി കഴിയും കുരുവിയെപ്പോലെ നീ, കക്കയെപ്പോലെ സോദരാ, നിശബ്ദമായി മുറിയടച്ചിരിക്കുന്ന കക്കയെപ്പോൾ നീ സോദരാ, മരിച്ച അഗ്നിപർവ്വതത്തിൻ മുഖം പോലെ നീയൊന്നല്ല കഷ്ടം, നീ അഞ്ചല്ല നീ 10,000 ആടിനെപ്പോലെ നീ സോദരാ, നിന്റെ തോലണിഞ്ഞ മാടുകച്ചവടക്കാരൻ വടിയുയർത്തുമ്പോൾ അഭിമാനത്തോടെ നീ പറ്റത്തിൽ ചേരുന്നു, കശാപ്പുശാലയിലേക്ക്
അഭിമാനത്തോടെ ഓടിപ്പോകുന്നു. നീയാകുന്നു ഏറ്റവും വൈചിത്ര്യം. കടലിൽ കഴിഞ്ഞിട്ടും കടലെന്തെന്നറിയാത്ത മീനിനേക്കാളും വിചിത്രം. ഭൂമിയിൽ ഇത്രയും ദുർഭരണമുണ്ടെങ്കിൽ സോദരാ, അതിനു കാരണം നീയാകുന്നു. ഞങ്ങൾ പട്ടിണി കിടന്നു തളരുന്നുവെങ്കിൽ, അസ്ഥി കാണുവോളം ഞങ്ങളുടെ തോലുരിക്കപ്പെടുന്നുവെങ്കിൽ, മുന്തിരി പോൽ ഞങ്ങളുടെ വീഞ്ഞൂറ്റിയെടുക്കുവാൻ ഞങ്ങളമർത്തി ഞെരിക്കപ്പെടുന്നുവെങ്കിൽ, അതു മുഴുവൻ നിന്റെ കുറ്റമെന്നു ഞാൻ പറയുന്നില്ലെങ്കിലും നിനക്കുമുണ്ടൊരു പങ്ക് സോദരാ, നിന്റെയും കുറ്റം തന്നെ. നിനക്കുമുണ്ടൊരു പങ്ക് സോദരാ, നിന്റെയും കുറ്റം തന്നെ. ആയിരത്തി 1902 ഒരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ മകനായി ഇസ്താംബുളിലാണ് നാസിം ഹിക്മത്ത് ജനിച്ചത്. 14-ാം വയസ്സിൽ നേവൽ അക്കാദമിയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് തുർക്കിയുടെ ഒരു വലിയ ഭാഗം ആംഗ്ലോ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലമർന്ന കാലത്താണ് ഹിക്മത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ചേർന്നത്. ഇസ്താൻബുളിൽ നിന്ന് രക്ഷപ്പെട്ട് കർഷകർക്കും തൊഴിലാളികൾക്കുമൊപ്പം പ്രവർത്തിച്ച ഘട്ടത്തിലാണ് ഹിക്മത്തിൻ്റെ കവിത വിപ്ലവകരമായി തീർന്നത്. നേവിയിലെ ജോലി ഉപേക്ഷിച്ച് ഹിക്മത്ത് 1919-ലും 22-ലും ഓട്ടോമാൻ ഭരണാധിപർക്കെതിരെ ബൂർഷ്വാ ദേശീയ സമരത്തിൽ പങ്കെടുത്തു. റഷ്യൻ വിപ്ലവം ഹിക്മത്തിനെ ആകെ ഇളക്കിമറിച്ചു. ഒരു പാഷായുടെ പൗത്രനായ താൻ കമ്മ്യൂണിസ്റ്റായി മാറിയ കഥ തൻ്റെ ആത്മകഥയിൽ ഹിക്മത്ത് വിവരിക്കുന്നുണ്ട്. മാർക്സിസം ഹിക്മത്തിൻ്റെ കവിതയെയും ജീവിതത്തെയും കാര്യമായി സ്വാധീനിച്ചു. സോഷ്യലിസ്റ്റ് നിർമ്മാണം നേരിട്ട് കാണാനായി 1920-കളിൽ ഹിക്മത്ത് റഷ്യ സന്ദർശിച്ചു. മോസ്കോയിൽ വെച്ച് അദ്ദേഹം രസതന്ത്രവും ഊർജതന്ത്രവും ഫ്രഞ്ച് ഭാഷയും പഠിച്ചു. മയക്കോവ്സ്കിയുടെ സുഹൃത്തായി മാറിയത് അവിടെ വെച്ചാണ്. മയക്കോവ്സ്കിയുടെ കാവ്യരീതിയുടെ സ്വാധീനം ഹിക്മത്തിൽ അവസാനം വരെയും നിലനിൽക്കുന്നുണ്ട്. ലോകം ഇങ്ങനെയാണ്. പടർന്നു പിടിക്കും മഹാപ്രകാശത്തിൻ നടുവിലാണു ഞാൻ. ഉസിരൻ കൈകൾ എത്ര സുന്ദരമീ ലോകം. വൃക്ഷങ്ങളിൽ നിന്ന് കണ്ണുകൾ പറിച്ചെടുക്കാൻ വയ്യ. അത്രമേൽ പ്രതീക്ഷാപൂർണം, അത്രമേൽ കടും പച്ച. മൾബറി മരങ്ങൾക്കുമപ്പുറം വെയിൽ നിറഞ്ഞൊരിടവഴി. വഴി നീണ്ടു നീണ്ടു പോകുന്നു, വഴി നീണ്ടു നീണ്ടു പോകുന്നു. ഞാനീ ജയിലാശുപത്രിയുടെ ജനാലയ്ക്കരികിൽ നിൽക്കുന്നു. ഞാനറിയുന്നില്ല മരുന്നുകളുടെ മണം. എവിടെയോ ചെമ്പനീർ പൂക്കൾ വിരിയുകയാവാം. എവിടെയോ ചെമ്പനീർ പൂക്കൾ വിരിയുകയാവാം. ലോകമിങ്ങനെയാണ് സുഹൃത്തേ,
തടവുകാരനാവുക എന്നതല്ല പ്രശ്നം, കീഴടങ്ങാതിരിപ്പതെങ്ങനെ എന്നതെൻ പ്രശ്നം. തടവുകാരനാകുക എന്നതല്ല പ്രശ്നം, കീഴടങ്ങാതിരിക്കുന്നതെങ്ങനെ എന്നത് എൻ്റെ പ്രശ്നം. ആയിരത്തി 1924 ഹിക്മത്ത് ടർക്കിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായത്. പിറ്റേ വർഷം തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്കാറ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും പലതവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണയ്ക്ക് വിധേയനാവുകയും ചെയ്തു. ഇതിനിടയിൽ കവിതകളും രാഷ്ട്രീയ ലേഖനങ്ങളും ധാരാളമായി എഴുതി. ഒരു വശത്ത് ആഗോള മുതലാളിത്തത്തിനും അതിൻ്റെ നരഹത്യാ പ്രവണതയ്ക്കുമെതിരെയും സ്വന്തം നാട്ടിലെ സാമ്രാജ്യത്വ ദല്ലാളുമാർക്കെതിരെയുമായിരുന്നു ഹിക്മത്തിൻ്റെ സമീപനം. 1938 തുർക്കിയുടെ ഈ ജനകീയ കവി 28 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. നാവികർക്കും സൈനികർക്കുമിടയിൽ അദ്ദേഹം തൻ്റെ കവിതകൾ പ്രചരിപ്പിക്കുന്നു എന്നതായിരുന്നു കുറ്റം. വാസ്തവത്തിൽ ഏതു പുസ്തകക്കടയിലും കിട്ടുന്നതായിരുന്നു ഹിക്മത്തിൻ്റെ കവിതകൾ. എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഹൃദ്രോഗം, പീഡനം, ഏകാന്തത തുടങ്ങി ഒന്നിനും ഹിക്മത്തിൻ്റെ സർഗാത്മകതയെ തടയാനായില്ല. ജൂലിയസ് ഫ്യൂച്ചിക്കിനെയും ഗബ്രിയേൽ പെറിയെയും ഡാനിയൽ കാസനോവയെയും പോലെ മഹത്തായ ജയിൽ സാഹിത്യം സൃഷ്ടിച്ചവരിൽ ഹിക്മത്തിൻ്റെ പേരും ഇന്നും സ്മരിക്കപ്പെടുന്നു. രോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ജ്വാല കൊണ്ട് ഹിക്മത്ത് തടവറയുടെ തണുപ്പിനെ നേരിട്ടു. പുറത്തുള്ള പോരാളികൾക്ക് അസ്തമിക്കാത്ത വീര്യം നൽകി. ഞാൻ ഒറ്റയ്ക്കല്ല എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് നാസിം ഹിക്മത്ത് എഴുതി. നൈരാശ്യജനകമായ ചുറ്റുപാടിലും അദ്ദേഹം തൻ്റെ നർമ്മബോധം നിലനിർത്തി. ഷെയ്ഖ് ബദ്രദ്ദീൻ, രണ്ടാം ലോക മഹായുദ്ധം, ഇങ്ങനെ 2 ദീർഘകാവ്യങ്ങളും നാസിം ഹിക്മത്ത് എഴുതിയിട്ടുണ്ട്. പുതിയ പാട്ടുകൾ പാടുന്ന ഒരു പുതിയ ജനതയെ കാണാൻ നരച്ച താടിരോമങ്ങളുമായി താൻ ജീവിച്ച് ഇരുന്നേക്കാമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. നമ്മുടെ വഞ്ചികൾ തുറന്ന കടലിലേക്ക് നാം കൊണ്ടുപോകുമെന്ന് ലോകത്തിലെ കുട്ടികൾക്ക് ഹിക്മത്ത് ഉറപ്പു നൽകി. കൽക്കത്തയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ബാനർജി ലോകത്തിലെ ഏറ്റവും ശക്തവും നിഗൂഢവുമായ അത്ഭുതമാണെന്ന് പ്രസ്താവിച്ചു. വെപ്പാട്ടികളുടെ മാംസത്തിൽ പുതഞ്ഞുകിടന്ന് വിപ്ലവകാരികളെ വെടിവെച്ചു കൊല്ലാനുള്ള കൽപ്പനകൾ സംഗീത കച്ചേരി പോലെ ആസ്വദിക്കുന്ന കോടീശ്വരന്മാരെ അദ്ദേഹം പരിഹസിച്ചു. മാഡ്രിഡിൻ്റെ പ്രവേശന കവാടത്തെ ഫാസിസ്റ്റുകളിൽ നിന്ന് കാക്കുന്ന കാവൽക്കാരൻ്റെ നഗ്ന ശിശുക്കളെപ്പോലെ തണുത്ത കാലുകളിലും കണ്ണുകളിലും മനുഷ്യൻ സൃഷ്ടിക്കേണ്ടുന്ന സൗന്ദര്യം മുഴുവൻ നാസിം ഹിക്മത്ത് ദർശിച്ചു. പ്രതീക്ഷ ഇപ്പോൾ വിവസ്ത്രവും നിർദ്ദയവുമായ ഒരലർച്ചയാണെന്നും പല്ലും നഖവും കൊണ്ട് വിജയത്തെ തട്ടിപ്പറിച്ചെടുക്കാമെന്നും പ്രസ്താവിച്ചു. തൻ്റെ ഓമന തൻ്റെ സമരത്തിനുള്ളിലെ മനുഷ്യനാണെന്നും തനിക്ക് പാട്ട് കേട്ടാൽ പോരാ, പാട്ട് പാടണമെന്നും ദുരിതത്തിൻ്റെ വിരുന്ന് താമസിയാതെ അവസാനിക്കുമെന്നും തടവുകാരൻ്റെ പത്നിക്ക് സന്തോഷം നിറഞ്ഞ ചിന്തകളെ ഉണ്ടാകൂ എന്നും ജയിലിൽ നിന്ന് പത്നിയെ ഓർമ്മിപ്പിച്ചു. വഞ്ചിക്കപ്പെടണോ വഞ്ചിക്കപ്പെടാതിരിക്കണോ, അതാണ് ചോദ്യം. വഞ്ചിക്കപ്പെട്ടാൽ നീ മരിക്കും, വഞ്ചിക്കപ്പെട്ടില്ലെങ്കിലോ നീ ജീവിക്കും എന്ന് വായനക്കാർക്ക് താക്കീത് നൽകി. ലോകമെമ്പാടും സ്വാതന്ത്ര്യത്തിനായി പൊരുതുന്നവരോട് ഹിക്മത്ത് താദാത്മ്യം പ്രാപിച്ചു. 1950 ജയിലിൽ ഹിക്മത്ത് നിരാഹാരം ആരംഭിച്ചു.
മരണത്തിൻ്റെ വക്കോളമെത്തിയ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ആഗോള പ്രക്ഷോഭങ്ങൾ തന്നെ നടന്നു. സമാധാന സ്നേഹികളുടെ ശ്രമഫലമായി ഒടുവിൽ കവി ജയിൽ മോചിതനായി. ഹിക്മത്ത് അന്ത്യവർഷങ്ങൾ കഴിച്ചത് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ചെക്കോസ്ലോവാക്യയിലുമായിരുന്നു. 1963 മോസ്കോയിൽ വെച്ച് കവി നസീം ഹിക്മത്ത് അന്തരിച്ചു. ഇരുപതാം നൂറ്റാണ്ട്. എന്റെ പ്രിയതമേ നമുക്കിപ്പോൾ ഉറങ്ങാം, എന്റെ പ്രിയതമേ നമുക്കിപ്പോൾ ഉറങ്ങാം, ഉണരാം 100 വർഷങ്ങൾക്കു ശേഷം. അല്ല, ഞാൻ ഓടിപ്പോകുന്നില്ല, എന്റെ നൂറ്റാണ്ടെന്നെ ഭയപ്പെടുത്തുന്നില്ല. ഇല്ല, ഞാൻ ഓടിപ്പോകുന്നില്ല, എന്റെ നൂറ്റാണ്ടെന്നെ ഭയപ്പെടുത്തുന്നില്ല. പാവമെൻ നൂറ്റാണ്ട്, ലജ്ജിച്ച് മുഖം തുടയ്ക്കും നൂറ്റാണ്ട്. ഞാൻ ജനിച്ചത് നേരത്തെയായി പോയെന്നു ഞാൻ ഒരിക്കലും വിലപിച്ചിട്ടില്ല. ഞാൻ 20-ാം നൂറ്റാണ്ടിൽ നിന്നാണ്, അഭിമാനമുണ്ടെനിക്കതെക്കുറിച്ച്. 100 വർഷം കഴിഞ്ഞുണരാം പ്രിയതമേ, വേണ്ട അതിനു മുമ്പു തന്നെയുണരാം. വിഷാദങ്ങൾക്കിടയിലും എന്റെ നൂറ്റാണ്ട് മരിച്ചു പുനർജനിക്കയാണ്. എന്റെ നൂറ്റാണ്ടിന്റെ അന്ത്യദിനങ്ങൾ സുന്ദരമായിരിക്കാം. ഓമനെ, നിന്റെ കണ്ണുകൾ പോൽ സൂര്യപ്രകാശത്തിനാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കാം. നസീം ഹിക്മത്തിൻ്റെ കവിത ശ്രദ്ധേയമാകുന്നത് വിപ്ലവകരമായ ഉള്ളടക്കം കൊണ്ടെന്ന പോലെ രൂപപരമായ സ്വാച്ഛന്ദ്യം കൊണ്ടുകൂടിയാണ്. സാധാരണ ജനങ്ങളുടെ സംഭാഷണ താളങ്ങളും ബിംബങ്ങളും പഴമൊഴികളും പ്രയോജനപ്പെടുത്തി ഹിക്മത്ത് കവിതയെ ജനകീയമാക്കി. രാഷ്ട്രീയ കവിതയെയും ഭാവഗീതത്തെയും സമന്വയിപ്പിച്ചു. കവിതയുടെ യഥാർത്ഥ സൃഷ്ടാക്കൾ പൊരുതുന്ന ജനതയാണെന്ന് ഹിക്മത്ത് പ്രഖ്യാപിക്കുകയായിരുന്നു. ഞങ്ങൾ വാദിക്കുന്നു, ഉയർത്തിയ പെൺകുതിര ശിരസ്സുപോലുള്ള ഈ നാട് അകലെ ഏഷ്യയിൽ നിന്ന് മധ്യ ധരണ്യാഴിയോളം കുളമ്പടിച്ചെത്തുന്ന ഈ നാട് ഞങ്ങളുടേതാണ്. ചോരയണിഞ്ഞ ഈ കൈകൾ, കുട്ടിയിറുങ്ങുന്ന ഈ പല്ലുകൾ, ചെരിപ്പണിയാത്ത ഈ കാലുകൾ, അമൂല്യമായ പട്ടുകമ്പളം പോലുള്ള ഈ നാട്, ഈ നരകം, ഈ പറുദീസ ഞങ്ങളുടേതാണ്. മറ്റുള്ളവരുടെ കതകുകൾ അടച്ചേക്കുക. ഇനിയവ തള്ളിത്തുറക്കേണ്ടതില്ല. മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കുന്ന ഏർപ്പാട് നിർത്തുക. ഈ വാദം ഞങ്ങളുടേതാണ്. വൃക്ഷത്തെ പോലെ ഒറ്റയ്ക്ക് സ്വച്ഛന്തം ജീവിക്കുക. കാടിനെ പോലെ സാഹോദര്യത്തിൽ ജീവിക്കുക. ഈ ദാഹം ഞങ്ങളുടേതാണ്.